മനുഷ്യനോട് എങ്ങനെ ഇടപെടേണ്ടത്? നീ ഇന്നലെ പറഞ്ഞിട്ടില്ലേ? ഹായ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ 2-3 ദിവസം മുന്നേ ഉള്ള വീഡിയോൻ്റെ അകത്തെല്ലാം പറയലുണ്ടായിരുന്നു. വീട്ടിൻ്റെ മുന്നിൽ ഒരു വീട്ടുകൂടലിൻ്റെ പരിപാടി നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഭയങ്കര സൗണ്ടാകുന്നു. അപ്പോൾ ഇന്ന് ആ വീട്ടുകൂടലാണ്. വീട്ടുകൂടലെന്ന് ഓരോ സ്ഥലത്ത് ഓരോന്നായിരിക്കും പറയാം. പെരവാസം, കുടി കേരള, അങ്ങനെ ഓരോ ടൈപ്പിലാണ് ഓരോ സ്ഥലത്തും പറയാം. നമ്മളുടെ വീട്ടുകുടിയിൽ എന്ന് പറയുക. അപ്പോൾ പാല് കാച്ചൽ 26-ാം തീയതി കഴിഞ്ഞു. ഇന്ന് ഫംഗ്ഷനും പരിപാടിയിലാണ്. നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും അവിടെ ഉണ്ടാകുന്നതാണ് എൻ്റെ വിശ്വാസം. ഏട്ടന്മാരും ഏച്ചിമാരും അനിയന്മാരും അനിയത്തിമാരും എല്ലാവരും ഉണ്ടാവും. അപ്പോൾ വീട് മാത്രം ഒരു വീഡിയോ കാണിക്കുക എന്നുള്ളതല്ല എൻ്റെ ഉദ്ദേശം. നമ്മുടെ നാട്ടിലുള്ള ഈ കല്യാണം കുടിയിൽ ഇതെല്ലാം നമ്മുടെ നാട്ടിൻപുറത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണം കുടിയിലെല്ലാം നമ്മുടെ നാട്ടിലുള്ള മുഴുവൻ ആൾക്കാരും ഒത്തുചേരും. അവർ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, പിള്ളേരുടെ അവിടെ വന്നിട്ട് അപ്പോൾ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒത്തുചേരുന്ന ഒരു ദിവസമാണ് കല്യാണം കുടിയിൽ എന്ന് പറയുന്നത്. അപ്പോൾ മാക്സിമം നമ്മളെ ആ സന്തോഷം, നമ്മളെ ആ ഒരു കൂടൽ, ആ ഒരു സംഗമം അതെല്ലാം കാണിക്കുക, ആ ഒരു മൊമെൻ്റ് എല്ലാം കാണിച്ചു തരിക നിങ്ങളിലേക്ക് എന്നുള്ളതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം. അതുകൊണ്ടാണ് ഇന്ന് ഈ തിരക്കിൽ, ഇന്ന് നല്ല തിരക്കാണ്. ഉച്ചക്കാണ് റിസപ്ഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് നല്ല തിരക്കായിരിക്കും. ആ തിരക്കിൻ്റെ ഇടക്കൂടെ ഞാൻ എന്നെക്കൊണ്ട് ആകുന്ന രീതിയിൽ മാക്സിമം കാഴ്ചകൾ ഞാൻ ഒപ്പിയെടുക്കുക, നിങ്ങൾക്കത് കാണിച്ചു തരാം. നമ്മുടെ വീഡിയോൻ്റെ അകത്ത് വന്നിട്ടുണ്ട് ലില്ലി ഷാലുവല്ലോ. അപ്പോൾ ലില്ലി ഷാലിൻ്റെ എല്ലാം ആപ്പൻ്റെയാണ് വീട്ടിൽ കൂടുതൽ സജീവാട്ടൻ്റെ. നമ്മൾ ചെറുപ്പത്തിൽ ലില്ലിൻ്റെ എല്ലാം വീട്ടിൽ നിന്നാണ്, ലില്ലി ഷാലിൻ്റെ എല്ലാം വീട്ടിൽ നിന്ന് നമ്മളെല്ലാം കളിച്ച് വളർന്നത്. സജീവാട്ട കോയമ്പത്തൂരാണ്. കോയമ്പത്തൂർ ഗോൾഡിൻ്റെ എല്ലാം പരിപാടിയാണ്. ഗോൾഡിൻ്റെ ജ്വല്ലറി അങ്ങനത്തെ ബിസിനസ്സാണ്. അപ്പോൾ ഇപ്പോൾ ഒരു നാട്ടിലൊരു വീടെടുത്തു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഈ കുടിയലും നമ്മളെ നാട്ടുമ്പുറത്തെ ഒരു കുടിയലും. നാട്ടുമ്പുറത്തെ കുടിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുഫയാണ്. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം കൂടി കാണിച്ചു തരാം. സാധാരണ നമ്മുടെ നാട്ടിൽ തന്നെ വെച്ചിട്ടെല്ലാം ഭക്ഷണം ഉണ്ടാക്കല്. അപ്പോൾ ഇത് ഇവിടെ തന്നെ വെക്കുന്ന തന്നെയാണ്, പക്ഷേ ബുഫയാണ്. എന്തെല്ലോ ഐറ്റംസ് ഉണ്ട്, എല്ലാം ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ നാട്ടുമ്പുറത്തെ ഒരു കുടിയലിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. ഒരു കാര്യം കൂടി പറയാനുണ്ട്, പ്രധാനപ്പെട്ട ഒരു കാര്യം. 28-ാം തീയതി നമ്മളൊരു അപ്ഡേഷൻ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു സിനിമേൻ്റെ. അപ്പോൾ ഒരു പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്, ആ പോസ്റ്റർ ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ 1-ാം തീയതി നമ്മളെ സിനിമയുടെ റിലീസിങ് ഡേറ്റ് അനൗൺസ്മെൻ്റ് ആണ്. അപ്പോൾ ഇതുവരെ തന്ന സപ്പോർട്ട് ഇനിയും തുടർന്നുണ്ടാവുക, കൂടെ നിൽക്കുക എന്നാണ് പറയാനുള്ളത്. അപ്പോൾ ഇന്നൊരു കുടിയലിൻ്റെ വിശേഷമാണ് വീഡിയോ. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അമ്മക്ക് വേറെ എന്തോ ഒരു കല്യാണ പരിപാടി ഉണ്ട്. അപ്പോൾ അമ്മ അങ്ങോട്ടേക്ക് പോയി, അച്ഛനും ഏട്ടനും അങ്ങോട്ടേക്ക് പോയി. കുടിയൽ ആടെ തന്നെയാണ് കേട്ടോ, കാണുന്നതിൻ്റെ കുടിയിൽ. നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അയൽവാസികളാണ്, ഈ അടുത്ത സ്ഥലമാണ്. അപ്പോൾ ഞാനാണ് എല്ലാവരുടെയും ലാസ്റ്റ് പോകുന്ന ആൾ. അതിപ്പോൾ ചങ്ങായിമാരെല്ലാം കാത്തുനിന്ന് ലാസ്റ്റ് എന്നെ മടുക്കും. അപ്പോൾ അതേപോലെ തന്നെ ഇന്നും ഞാനത് തെറ്റിച്ചിട്ടില്ല. ഞാനിന്നും നേരം വൈറ്റാണ് ഉള്ളത്, എല്ലാവരും വിളിച്ചുകൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് പോവാട്ടാ. റോഡ് അറച്ച് വണ്ടിയായി കേട്ടോ. അവിടെ പാർക്കിങ്ങിന് അങ്ങനെ സൗകര്യമില്ല, പക്ഷേങ്കിൽ പ്രത്യേക സൗകര്യം വേണ്ട. നമുക്ക് റോഡ് ഇഷ്ടം പോലെ വിശാലമായ റോഡുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ 2 സൈഡിലും ഇഷ്ടംപോലെ വണ്ടികൾക്ക് പാർക്ക് ചെയ്യാം. പശുവെല്ലാം കേട്ടോ വെയിലത്ത് കെട്ടിയിട്ട്. ബൊഫേ ആയതുകൊണ്ട് അങ്ങനെ സഹായിക്കാനൊന്നും, മുറിച്ചിടാനും തെറിച്ചിടാനും വിളമ്പാനൊന്നും നമ്മളതൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇല്ലെങ്കിൽ എല്ലാവരും സജീവമായിട്ട് മുറിക്കാനും തറിക്കാനും പരിപാടിക്കെല്ലാം ഉണ്ടാവും. എന്നാലും ഈ സമയത്തൊന്നും പോയാൽ പോയി. ഏകദേശം 12:30 1 മണിയാകാനായി വരുന്ന സമയം. ഇതാണ് പ്രസാദട്ടെ. എന്തോ രഹസ്യം പറയുന്നുണ്ട് കാര്യമായിട്ട്. ലില്ലി വീഡിയോ എടുക്കുന്നതായിട്ട് ഫുൾ ലുക്കിൽ വന്നിയാണ് കേട്ടാ. ലില്ലി അല്ല ലില്ലി ഞാനും വീഡിയോ പറഞ്ഞോളൂടി. ലില്ലിന്റെ ആപ്പൻ്റെയാണ് കുടിയലെന്ന്. ലില്ലി അപ്പോൾ ലില്ലി അങ്ങനെയല്ല അറിയുന്നതല്ല. അപ്പോൾ ലില്ലി ഇങ്ങനെ കല്യാണപ്രായമായിട്ട് നിൽക്കുന്നതാണ്. അപ്പോൾ ഗോൾഡൻ ഉണ്ട്, ബാധ്യതകളില്ല, ചെറുപ്പക്കാരൻ, 28.5 വയസ്സ്, 22 മകാശാട്ടൻ്റെ ഇതിലൂടെ നടന്നു പോകുന്നത്. പിന്നെ ഇല്ല നവജോത് തീരുണ്ടേ. നവജോത് മലക്ക് പോയിട്ടാണ് കുറച്ച് ദിവസം കാണാണ്ടിരുന്നത്. നവജോത് മലക്ക് പോയിട്ടുണ്ടായി. അവിടെ ലൈറ്റില്ല, ഇപ്പുറ സൈഡൊക്കെ. ഇത് ഏതാ നവജോത് നിൽക്കും വയ്യ. നവജോത് മലക്ക് പോയിട്ടാണ് കുറച്ച് ദിവസം കാണുന്നില്ല. അഖില് കോയമ്പത്തൂരാണ് നമ്മളെ ടീം തന്നെ, എല്ലാം ഫുൾ നമ്മളെ ടീമാണ് ഇന്ന് ഇടാം. അപ്പോൾ നവജോത് മലക്കോജിൻ്റെ അരവണ കൊടുത്തൊന്നുമില്ല. അപ്പോൾ അതിന് വേറെ വീഡിയോ കാണാൻ വേണ്ടി പറഞ്ഞ എല്ലാം അയടാ ജ്യൂസിൻ്റെ പരിപാടി ഉണ്ട്. അത് സഞ്ജുവിൻ്റെ അടുത്ത് നിൽക്കുന്നതാണ് തോന്നുന്നു. കുടിച്ചിനേ ഇല്ലാന്ന് 10 ഗ്ലാസ് കുടിച്ച് തരില്ല മാറ്റി നിർത്തുക.
ഹായ് ഇത് ഗോപിക. ഹായ് ബാവയുടെ മകനുണ്ട്. ബാവയുടെ അതിന്റെ ഇടക്കൂടെ ഒരു ഗ്ലാസ് വെള്ളം തരും. ക്യൂ ആണ് ഇടാ. ചവ് തിരുണ്ട് ചവ്. ഓരോന്ന് ജിഷ്ണു അതിനുണ്ട്. ഇത് നിന്റെ സ്ഥിരം ആക്ഷൻ ആണ്. മാറ്റാൻ അത് മാറ്റി വേറെ ഇങ്ങനെയാണ് ഇങ്ങനെ തിരിച്ചിട്ട് അങ്ങനെ ഗ്ലാസ് ജ്യൂസ് കൊണ്ട് തന്നിട്ടുണ്ട് എനിക്ക്. ഇത് കുടിച്ചു നോക്കട്ടെ. കുടിച്ചു നോക്കിട്ട് പറയാം. ബാബുസ്ത്രീനെല്ലാം കാണിച്ച് ആട് മൊത്തം ഇളകി വന്നിട്ടുണ്ട്. ഷാൾട്ടറിന്റെ അടക്കുന്നത് ഷാൾട്ട ഏതല്ലോ പിള്ളേരെല്ലാം അടക്കാം കേട്ടാ. അങ്ങനെ ഒരു ടീം വരുന്നുണ്ട്. ഒരിക്കൽ വന്നിട്ട് മാറ്റിട്ട് പോയതാണ് കേട്ടാ. ശരിയില്ലാന്ന് പറഞ്ഞിട്ട് ആക്കിയില്ലോ വൃത്തിയാക്കിട്ട് ഷാൾട്ട തൂക്കി കുടീന് ഷാൾട്ട തൂക്കി തൂക്കി അബിബാസിന്റെ ഷൂ ഉണ്ട്. അബിബാസിന്റെ നവജോതിന് ഇനിയും ജ്യൂസ് കിട്ടിയില്ല. 1 മണിക്കൂറായി ഇവിടെ വെക്കുന്നത്. മതിയാക്കി വന്നൂടെ കിട്ടത്തില്ല. ഏതാ ഇൻട്രോട്ട്? ഏതാ ഇവര് രണ്ടാളും ഇൻട്രോട്ടാ. തങ്കു ഇൻട്രോട്ടൊന്നല്ല, കോഴിക്കോട് അറിഞ്ഞിട്ടുണ്ടെങ്കിലേ ഇൻട്രോട്ടാ പറഞ്ഞിട്ടുണ്ടെങ്കിലേ. അപ്പൊ ചക്കീന്റെ ആപ്പനാണ് സജീവാട്ടെ. ആപ്പന്റെ അനിയൻ അച്ഛന്റെ അനിയനാ. അപ്പൊ ചക്കി നമുക്ക് വീട് കാണിച്ചിരുന്നു. നമ്മള് വീടെല്ലാം കണ്ടോളടി, പക്ഷെ വീഡിയോയിൽ കാണിക്കണ്ടേ വീട്? നല്ല തിരക്കാന്ന് നിലയ്ക്ക് ഉള്ളില്. എന്തായാലും കണ്ടേക്കാം ചേട്ടാ. സ്മിതി ചേച്ചി സജീവന്റെ ഭാര്യ. അത് നല്ല തിരക്കാട്ടാ. ഫുൾ ലേഡീസാ. അറിയാ നല്ല തിരക്കാണ്. ഇത് പ്രമിളേച്ചി ശാലുവിന്റെ ചെക്കിന്റെ അമ്മ. ഞാൻ കൊറേ പ്രാവശ്യം കാണിച്ചു, എന്നാലും ആദ്യം കാണിക്കുന്നു. നല്ല ലുക്ക് കാണിക്കുന്നു. നട്ടി നടാനുള്ള പോയാലാണ് കാണിച്ചത്. ഏയ് ഹായ്, ഇത് സ്മികേശാട്ടെ സജീവന്റെ അളിയനാണ്. ഹോം ടൂർ. ആ ക്ലാസ് സ്റ്റെപ്പ്. ഞാൻ വീടൊന്നും ഞാൻ വൃത്തിക്ക് കാണിക്കണം. ഞാൻ ആളെല്ലാം കാണിച്ചു തരാം വൃത്തിക്ക്. ഇവിടെ സിറ്റ് ഔട്ട്. ഇവിടുന്ന് ആ കാണുന്നതാണ് എൻ്റെ വീട് കേട്ടോ. അതെൻ്റെ വീട്. ആ ഇതിനകത്ത് ഇരുന്നിട്ടൊന്നും ഉഷാറിലാടി എൻ്റെ വീട്ടിലത്. നല്ല തിരക്കാണ്. റൂമുണ്ട്. നല്ല 2 റൂമുണ്ട്. 2 റൂമുണ്ട്. എല്ലാവരുടെയും ആളാണ്. എല്ലാവരും. അപ്പോ ഹായ് തങ്കേച്ചനുണ്ട്. ഹായ്, ഇത് രോണിയേച്ചി എൻ്റെ അമ്മേൻ്റെ ചങ്ങായി. എൻ്റെ ആരായിട്ട് വരും? അപ്പോൾ തായിണ്ടേ. അപ്പോൾ നല്ല തിരക്കാണ്. വീട് കാണിക്കല് ഞാൻ വേറെ ദിവസം നല്ല വൃത്തിക്ക് കാണിച്ചാൽ. ലൈറ്റ് അങ്ങനെ എന്തെല്ലോ. ഞാൻ സഞ്ജുവിൻ്റെ ആണ് വീട്. സജീവേട്ടൻ്റെ മൂത്ത മോനാണ്. കുറച്ച് അനിയനെടുത്തു അടിയുണ്ട്. നിങ്ങളെ തിരക്കായിരിക്കും. നമുക്ക് വേറെ ദിവസം ഇല്ലേ വീട് വേറെ ദിവസം കാണിക്കാം. ഇല്ല വൃത്തിക്ക് തിരക്കെല്ലാം കഴിഞ്ഞിട്ട് അല്ലേ. അപ്പോ ഇത് അനീഷാട്ടൻ, ഇത് കുഞ്ഞിരാമേട്ടൻ. ഒന്നുമില്ല, കാണിച്ചു തന്നു. ഇങ്ങനെ ബാക്കിലെ പുറമാണ്. ഇങ്ങനെ അല്ലേ ചേട്ടാ? ഇത് ബാക്കിലെ പുറല്ലേ? ഇത് നല്ലൊരു നാച്ചുറൽ വ്യൂ ആണ്. ഭക്ഷണത്തിന്റെ അടുത്ത് തന്നെ വന്ന് നിന്നിട്ടുണ്ട്. ഇത് നമ്മളെക്കാട്ടി ചെറിയ ടീം. അപ്പോൾ ഭക്ഷണ പരിപാടി ഈ സൈഡിലാണ് സെറ്റാക്കിയിട്ടുള്ളത്. ഇങ്ങനെ ഒക്കെ അച്ഛനെല്ലാം ആടുന്നതിലും എടുക്കുന്നുണ്ട്. ബിരിയാണിയാന്ന് തോന്നുന്നു. രാജുവേട്ടൻ, ബസാട്ടൻ, അശോകേട്ടൻ, സോനുവിന്റെ അച്ഛനാണ് അശോട്ടെ. സാനുവിന്റെ അച്ഛനാണ് അശോട്ടെ. അന്നെ ഉന്തിയിട്ടെല്ലാം പോയി. അപ്പൊ ചോറ് തന്നെ ഞാൻ ചെന്തോ എടുത്തു കൊടുക്കാൻ. ചോറുണ്ടാ പോയത്. അത് ഇത് അങ്കീതയുടെ എത്തിയിട്ടുണ്ട്. യൂട്യൂബറുടെ മരുമകൻ, കേൽ ബ്രോയുടെ മരുമകൻ. അങ്കീനെ എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോ ഗിരിയാട്ടെ കഴിച്ചില്ല. ഇതാണ് ഗിരിയാട്ടൻ, ഇത് രാജീവേട്ടൻ.
എന്റെ അമ്മക്കറിയാം നവജോതിന്റെ അച്ഛനാട്ടാ അങ്ങ് പോയെ. ശങ്കുണ്ണീന് ശംഖു അപ്പോഴും അങ്ങോട്ട് ഇരി. ശംഖു നവജോതിന്റെ അനിയനാണ് ശംഖു. ആ നമ്മള് തിരക്കില് കഴിച്ചാ തിരക്കില്ലാണ്ട് നമ്മളും അങ്ങനെയെല്ലാം വിചാരിച്ച. പക്ഷെ വരുമ്പോ നേരം പോയി നോക്കട്ടെ. ഇതാ ഞാനിവരെ പറഞ്ഞു പിടിച്ചു. അപ്പൊ ഇങ്ങനെ 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 വന്നേക്കുമ്പോ ഏട്ടൻ കേട്ടാ മീ ഇതാണ് ഏട്ടൻ. ഏട്ടൻ ഇതുവരെ കാണിച്ചില്ല. ഫാമിലി വ്ളോഗിനകത്ത് ഉണ്ടായില്ല ഇതുവരെ ഏനത് കാണിച്ചില്ല. ഓ അപ്പോ ഏട്ടൻ ഇലക്ട്രോണിലാണ് വർക്ക് ചെയ്യുന്നത്. ഏട്ടനെ പിന്നെ വിശദമായി കാണിക്കാം. ബിസി ആണല്ലോ. അപ്പോൾ ഭക്ഷണത്തിന്റെ പരിപാടി കാര്യങ്ങൾ നമുക്ക് എനക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ആരെങ്കിലും ഒരാൾ എനക്ക് ഒരാൾ ഫുഡ് സഞ്ജു കൊടുക്കൂല ഒരു പ്ലേറ്റ് എനക്ക്. ദീപു അനു വിനോദ് നാട്ടിലെ തേച്ച ആളും ഉണ്ട് അല്ലേ വിനോട്ടാ? അല്ല നാട്ടിലെ തെച്ചാളിയും കാണിക്കാൻ വെച്ചിട്ട് ഞാൻ ഇന്ന് വീഡിയോ എടുത്തു. എല്ലാരും അല്ല കല്യാണം കൂടി കല്യാണം. പിന്നെ അത് മാത്രല്ല ഇന്ന് തിരക്കൂല, ആരും ഒന്നും പണിയെടുക്കണ്ടല്ല. അവിടെ എല്ലാരും ഫ്രീ ആയിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാരും ഓട്ടത്തിലായി. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് ക്യൂ നിന്നിട്ടുള്ളത്. സഞ്ജു എനക്ക് ഒരു പ്ലേറ്റില് എല്ലാ സാധനവും എടുത്ത് തരും. അപ്പൊ എനക്കും കൂടി സഞ്ജു പ്ലേറ്റ് എടുത്തിട്ടുണ്ട്. വാ 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 ക്യൂ. പത്തല് പൊറോട്ടയല്ലേ? വേണ്ട എനക്ക് വേണ്ട എനക്ക് വേണ്ട വേണ്ട. അപ്പോൾ നമ്മൾ ഫുഡ് വാങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് എവിടെയെങ്കിലും പോയി നിൽക്കാം. നിന്റെ വീട്ടിൽ പോയാലോ? സഞ്ജുവിൻ്റെ വീടിന് അപ്പുറം തന്നെയാണ്. കുറച്ചും കൂടി അധികം വാങ്ങിയിട്ട് ഒറ്റ പോക്ക്. ഇത് സെയിം അല്ലടാ ഇപ്പുറത്തേത്? അപ്പോൾ റൈസ്, ബിരിയാണി റൈസ്, പത്തല്, ചിക്കൻ കറി. അതിലധികം ഒന്നും കിട്ടിയിട്ടുണ്ടാ? പൊറോട്ട ഞാൻ എടുത്തില്ല. അപ്പോൾ ബാക്കി എനിക്ക് കഴിച്ചിട്ട് രണ്ടാമത് എടുക്കുമ്പോൾ എടുക്കാം അല്ലേ? രാവും ഭക്ഷണം കഴിച്ചിട്ട് പോകുന്നതാണ്. രാവിലെ മുമ്പ് അപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ അങ്ങോട്ട് ലൈം ടീ അങ്ങനെ എന്തെല്ലാം ഉണ്ട്. ഭയങ്കര തിരക്കാട്ടാ. ഇത് സച്ചു, ഇത് സോനു, ഇത് ഗോപിക, ഇത് കൃപാല്. അപ്പോൾ ഫുഡ് കഴിച്ചു. ഇനിയിപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോയിട്ട് കുറച്ച് വെള്ളവും കുടിച്ചിട്ട് ഭയങ്കര തിരക്കാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഓരോരാൾ ചേട്ടാ. അപ്പോൾ ഇതാ അനുവാട്ടം വന്നിട്ട് പറയുമ്പോഴത്തേക്ക് അനുടാ ഇത് നമ്മളെ സ്വന്തം അനുവാട്ടെ, പോലീസാണ്. സ്വന്തം അനുവാട്ടെ. കഴിച്ചാ ഭക്ഷണം കഴിച്ചാ? നമ്മൾ ഫസ്റ്റ് കഴിച്ചു. ഇല്ല ഐസ്ക്രീം ഒന്നുമില്ല. ഐസ്ക്രീം ഒന്നും. അപ്പോൾ എല്ലാവരും ഉണ്ട്. നമ്മളെ നാട്ടിലെ തേച്ചാളിയുടെ കിട്ടിയിട്ടുണ്ട് ഒപ്പരം. അപ്പോൾ ഇതെന്താടാ സഞ്ജു? ചെമ്പരത്തി ടീ. ചെമ്പരത്തി അത് തലക്ക് ലേശം കുറവുള്ള ഒരു ചെമ്പരത്തി. ഓ ട്രൈ ചെയ്യാൻ ഒരു കുത്തുന്ന ഇഷ്ടപ്പെട്ടില്ല. ഒരു ലൈം ടീ തരുമോ? ലെമൺ, മിന്റ് ടീ, പൈനാപ്പിൾ ടീ, മലബാറി, ചുക്ക് ചുക്ക് ചുക്ക്, ഗ്രീൻ ആപ്പിൾ ടീ, ബട്ടർ ടീ. കുട്ടാപ്പി കുട്ടാപ്പി കുട്ടാപ്പി. അതിന്റെ ഇടക്കൂടെ വിഷ്ണു ഐസ്ക്രീം. അബി അബി ഐസ്ക്രീം പ്രധാനപ്പെട്ട ഒരാളെ ഞാൻ കുറേ നേരമായി നോക്കുന്നത്. ഞാൻ വീഡിയോ തീർക്കാൻ വേണ്ടി പോയിരുന്നു. അപ്പോൾ കുറേ നേരം ഇങ്ങനെ തപ്പി നടക്കുന്നത്. ഒരേ ഓട്ടാണ് ബിജുവട്ടെ. പാവൻ്റെ നാട്ടിലെ പ്രധാനപ്പെട്ട ആളാണ് ബിജുവട്ടെ. അപ്പോൾ കണ്ടു കിട്ടിയതിൽ സന്തോഷം. ഇനി പോയിക്കോ, ഒന്നാമത്തെ എടുത്തിട്ട് പോയിക്കോ. നമ്മൾ അതിൻ്റെ ഇടക്കൂടെ ലക്ഷ്മണേട്ടനെ കണ്ടിട്ടുണ്ട്. എന്നാ പറയാനല്ലേ ഈ ഒരു അവസരത്തിൽ എന്നോടെന്നാ പറയാനല്ലേ? ഒന്നും പ്രത്യേകിച്ച് പറയാനില്ല. ഭക്ഷണം കഴിച്ചാ അനക്ക് അങ്ങോട്ടാ പറയാനല്ലേ? ഇതാ എന്തിനാണ് ഓർക്കണത്? ഭക്ഷണം കഴിച്ചാ? കഴിച്ചു. തടച്ചുകളി അവനായി കണ്ടിട്ടാ എന്തിനാടാ എന്റെ തങ്കൂ? ഇതിനെല്ലാം ഒരു കണക്കില്ലേ? ഇത് പാറു ഐസ്ക്രീം വന്നിട്ടുണ്ട്. ആരും കാണാണ്ട് വരുന്നേ. ഇത് ബൈച്ചോട്ടെ. ഫോട്ടോ അല്ല വീഡിയോ. ഇത് നമ്മളെ നവജോതിന്റെ അമ്മ ഗ്രേഷ്മ ചേച്ചി, ഇത് ഷീ ചേച്ചി,
ചേച്ചി മുമ്പ് ഇവിടെ തന്നെയായിരുന്നു, ഇപ്പോൾ കൂടാളിയല്ലേ, കൂടാളിയാണ്. അപ്പോൾ നമ്മളെല്ലാം നമ്മളെ സ്വന്തം ആൾക്കാരാണ് ഇതെല്ലാം. ഇത് സായശാട്ടൻ, നമ്മളെ സ്വന്തം ഏട്ടൻ, സ്വന്തം ഏട്ടൻ. ഉറങ്ങിപ്പോയി, അനീഷണ്ണമാണ് ഉറങ്ങിപ്പോയി. ഇനി ഇവരെ ഒരു കളി നമ്മളെ എത്തോട്ടൻ ഇനി ഇവരൊരു ഗ്യാങ്ങിന്റെ ഒരു കളി വരാറുണ്ട് ഇനി. ഇല്ല ഇങ്ങനെ ഇത് ജയിച്ചാട്ടൻ, ഇത് അരുണാട്ടൻ. അരുണാട്ടൻ അങ്ങോട്ട് നോക്കും, വെയിറ്റ് ഇടുക ഭയങ്കര. സീലേഷ് പസാട്ടെ ജിഷ്ണു വിനീതാണ്ട് എത്തിയിട്ടുണ്ടപ്പോഴത്തേക്ക് എല്ലാവരും ആയി. നിങ്ങളെ ഒരു കുറവും കൂടി ഉണ്ട്, അതും കൂടി ആയിട്ടുണ്ട്. സെക്കൻഡില്ല ഹായ്. തെയ്യം പരിപാടി വിനീഷാന്റെ തറവാട്ട് തെയ്യാന്ന്. എത്ര ഇന്നലെ മിഞ്ഞാന്ന് തുടങ്ങിയില്ലേ? ഇന്ന് രാത്രിയും കൂടി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് രാത്രി അങ്ങോട്ടേക്ക് വരണോ നോക്കട്ടെ. പക്ഷെ നാറാത്ത് തെയ്യം. അശ്വിനി, ഇത് ആദർശ്. പോലീസുകാരനുണ്ട് കേട്ടോ, പോലീസുകാർക്കെല്ലാം കുടിയിലുണ്ട്. എൻ്റെ അമ്മയും ടീമും ആകെ ആയിട്ടുണ്ട്. നല്ല വെച്ചാൽ ഞാൻ ഒരു കാണിച്ചു, ആദ്യം ക്യാമറ നോക്കുവാണ്. ഇതെല്ലാം ഹായ് മൂന്ന് അത്രയോടെ പറഞ്ഞ പൈസ ഒന്നും തരുമൊന്നുമില്ല, ഓരോ പറച്ചിലും പൈസ ഒന്നും തരുന്നു. അത്രേ ഉള്ളൂ. മനുഷ്യനോട് എങ്ങനെ ഇടപെടേണ്ടത് നീ ഇന്നലെ പറഞ്ഞിട്ടില്ലേ, അതിനോട് തന്നെ ഞാൻ യോജിക്കുന്നു. അത്രേ ഉള്ളൂ. ഭയങ്കര ഒച്ചപ്പാടാണ്. അതിൻ്റെ അടുക്ക് അച്ചുവാട്ടനെ കിട്ടിയിട്ടുണ്ട്. ചിരിക്കൊന്നുമില്ല. അശ്വതി, സലൈന. ഇല്ല ഞാനുണ്ടായിട്ടില്ല, ഞാൻ ഇന്നേക്ക് വന്നില്ല കുട്ടികളുടെ അടുത്തേക്ക്. സത്യം അശ്വതി എപ്പോൾ സ്കൂൾ മിട്ട് നമ്മൾ ഷോർട്സ് എടുക്കുമ്പോല്ലേ, അശ്വതി അതിലോട്ട് സ്കൂൾ മിട്ട് പോകുമ്പോൾ ഇങ്ങനെ മുഖം പൊത്തിയിട്ട് പോകും. ഓള് വീഡിയോ കാണിക്കാൻ ഇന്ന് വൃത്തിക്ക് കാണിച്ചിട്ടുണ്ട്. ഇല്ല അടിപൊളിയാണ്. എന്നാ ഇനി അടിപൊളി പാട്ടല്ലേ. അല്ലെ അതിന് മനസ്സിലായാൽ നമുക്ക് ഇഷ്ടംപോലെ അവസരം കൊടുക്കാനാ. എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങി വീഡിയോ തീർക്കാൻ വേണ്ടി പോകുന്നു. അപ്പോഴത്തേക്ക് ബാലശാണ്ടൻ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും ആടുന്ന് കിട്ടി. കുറേ ആൾക്കാർ മിസ്സായിട്ടുണ്ട്, എന്നാലും മാക്സിമം ആൾക്കാരെ പൊള്ളിച്ചിട്ടുണ്ട്. ഇനി വേഗം ഇത് തീർത്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ഇന്ന് വൈകുന്നേരത്തേക്ക് തന്നെ ഇട്ടേക്കാം. സഞ്ജു ബെല്ലിച്ചൻ, വാവ സഞ്ജു മാമൻ. ഹായ് ജിൽസേൻ്റെ മനാണ്. ജിൽസ നമ്മളെ ഉത്തരം കളിച്ചു വളർന്ന ജിൽസ ഒരു അമ്മപ്പാസം മൊമെന്റ് ആണിത്. ബിജുവാട്ടനെ കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെ സ്വന്തം ബിജുവാട്ടൻ. കുറേ ബിജുവാട്ടന്മാരുണ്ട് ഇവിടെ. പഴയ നമ്മളെല്ലാം ചെറുപ്പത്തില് ബിജുവാട്ടന്റെ ഫാഷനാണ് ഫാഷൻ ഈ നാട്ടില്. ഇപ്പതാ വേറെ ഫാഷൻ ഇറക്കി അപ്പോഴത്തേക്ക് കോട്ട. അന്നേരം ഫുൾ മുടി. എന്നാലും നമ്മള് ബിജുവാട്ടൻ പോന്നാലും വരെ നമ്മളിങ്ങനെ നോക്കി നിൽക്കും സ്റ്റൈൽ. ഇപ്പൊ വയസ്സാനാലും അളകും സ്റ്റൈല് ഒന്നെ വിട്ട് പോരെ. അപ്പോൾ നമ്മളിങ്ങനെ ആ കുടിയലിനടുക്കെല്ലാം പോയിട്ട് ഇങ്ങനെ തളർന്ന് പിടിച്ചിട്ട് എല്ലാവരും ഇങ്ങോട്ട് വന്നു. അവിടെ ഭയങ്കര സൗണ്ടാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നത് വീഡിയോ തീർക്കാൻ. ഇനിയിപ്പം വീഡിയോ തീർത്ത് കഴിഞ്ഞാൽ വേഗം വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ട് വേഗം ഇന്ന് വൈകുന്നേരം തന്നെ ഇടാം. എനിക്ക് തോന്നുന്നത് നമ്മൾ പവനിലുള്ള എല്ലാവരും ഏറെക്കുറെ വന്നിട്ടുണ്ട്. വീഡിയോയിൽ ആരെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. എല്ലാവരും ഒന്നും ഓർമ്മയില്ല. അവിടെ എത്തുമ്പോഴത്തേക്ക് രേഷാട്ടിനെ ഒന്നും കിട്ടിയില്ല എന്ന് തോന്നുന്നു. രേഷാട്ടിനല്ലേ ഇന്നലെ പറഞ്ഞു എന്നെ കാണിക്കണമെന്ന്. ഞാനിങ്ങനെ രേഷാട്ടിനെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴത്തേക്കുണ്ട് രേഷാട്ടൻ. ഞാൻ ഇതിനകത്ത് പറഞ്ഞു ഇന്നലെ കൂടി കണ്ടിട്ടാണ് നിങ്ങളെ കാണാനാണ്. വരും അടുത്ത പരിപാടിക്ക് നമ്മള് എല്ലാരും നമ്മളെ നാട്ടിലുള്ള ആള് തെച്ച ആൾക്കാരും നമ്മുടെ സ്ക്രീനിലേക്ക് വരണം. എല്ലാരും കഴിവുണ്ട്. പിന്നല്ലേ വേണ്ടേ? തീർച്ചയായിട്ടും. നിങ്ങൾ ആടെ കാണാനി? ഞാനവിടെ ബിജുവാടിന് ചേട്ടാ മുരളിയാടിന്റെ ഇവിടെ വിൽക്കലാമേന ടീമിനുള്ളതാണ്. മുരളിയാടിനെ ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത്. മുരളിയാടിന്റെ തന്നെ ഇനി വീടും പരിപാടിയല്ലേ ഇനി കാണിക്കാൻ. അപ്പോൾ പോയിട്ട് റെസ്റ്റ് എടുത്തോ എന്നാല്. ഓക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. നമ്മളെ കുടിയലിനെടുക്കാൻ നമ്മളെ നാട്ടുകാരെല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. മാക്സിമം ആൾക്കാരെ ഞാൻ ഇത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ആൾ അടുത്ത പരിപാടിക്ക് കാണിക്കാം. അപ്പോൾ
കുടിയേരി കല്യാണം എന്നെല്ലാം പറയുന്നത് നമ്മളിങ്ങനെ നാട്ടിലുള്ള എല്ലാ ആൾക്കാരും കൂടി ഒത്തുചേരുന്ന ഒരു പരിപാടിയാണ്, സന്തോഷമാണ്. അപ്പോൾ അത് നമ്മളിങ്ങനെ അടിച്ചു പൊളിച്ച് അങ്ങ് ആഘോഷിക്കുന്നതാണല്ലേ. അപ്പോൾ പുറത്ത് വേറെ താമസം പുറത്ത് പോയവരും ജോലിക്ക് പുറത്ത് നിൽക്കുന്നവരും സെറ്റിലായവരും എല്ലാം നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനത്തെ തെയ്യം, കുടിയേരി കല്യാണം ഇങ്ങനത്തെ എല്ലാം ഒത്തുകൂടും. അപ്പോൾ എല്ലാവരും കൂടി ഒരു കളറായിരിക്കും. അപ്പോൾ നമ്മളിന്ന് അങ്ങനെ എല്ലാവരും കൂടി അടിച്ചു പൊളിച്ചു. അവിടെ ഭയങ്കര സൗണ്ട് ആവുകൊണ്ട് നമ്മളെല്ലാവരും കൂടി ഇങ്ങോട്ടേക്ക് വന്നേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങളാണ്. വേറൊരു വീഡിയോ ആയിട്ട് നാളെ വരാം. അതുവരെ എല്ലാവർക്കും ബൈ. എന്നാൽ ഇന്ന് രാത്രി അപ്പോൾ പിള്ളേരെല്ലാം ഇവിടെ ഉണ്ട്. പരിപാടി ഒന്നുമില്ല, ബുഫേ പരിപാടിയുണ്ട്. ഹായ് 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 ഹായ്. ഇത് സായന്ത്, ഇത് സായന്ത്. ഇവര് കൊച്ചിയാണ്. ഇവര് നാളെ രാവിലെ പോകും കേട്ടാ. ഇവര് നാളെ രാവിലെ പോകും. അപ്പോൾ അതുകൊണ്ട് ഇന്ന് രാത്രി തന്നെ എടുത്തു നോക്കുന്നതാണ്. ഇല്ല ഇവരെ കിട്ടൂല. ഇവരെ ഇനി അടുത്ത ലീവിന് എപ്പോഴെങ്കിലും വരും.